ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിലിപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. റൂം ഇപ്പോൾ നമുക്ക് കാണിക്കാം. ഇതാണ് നമ്മളെടുത്ത റൂം. കേരള ടു കാശ്മീർ യാത്രയിൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേ ആണ് ഡൽഹിയിൽ വരുന്നത്. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി നമുക്ക് അജ്മീർ ദർഗ സിയാറത്ത് വരുന്നുണ്ട്, ബോംബെ ഹാജി അലി ദർഗ, പിന്നെ മുരുടേശ്വർ ക്ഷേത്രം. ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് ബേക്കൽ ഫോർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. നമ്മൾ വന്നിരിക്കുന്നത് ഹുമയൂൺ ടോംബിലാണ്. ഇവിടെ എൻട്രി ഫീ വരുന്നത് മുതിർന്നവർക്ക് 40 രൂപയും 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫീസില്ല. ഫോറിനേഴ്സ് ആണെങ്കിൽ 600 രൂപ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒന്നാണ് ഈ ശവകുടീരം. വിശാലമായൊരു ചഹാർ ബാഗിൻ്റെ മധ്യത്തിലാണ് ഈ ശവകുടീരത്തിലെ പ്രധാന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഹഷ്ട് ബിഹിഷ്ട് എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 8 പർദീസകൾ എന്നാണ് ഹഷ്ട് ബിഹിഷ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ പണികഴിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ മാതൃകയിലാണ്. ഹുമയൂണിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബേഗമാണ് ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത്. ഹുമയൂണിൻ്റെ കല്ലറയ്ക്ക് പുറമെ പ്രധാന കെട്ടിടങ്ങളിലും അനുബന്ധ കെട്ടിടങ്ങളിലുമായി ഒട്ടനവധി കല്ലറകളും നമസ്കാര പള്ളികളും ഈ ശവകുടീര സമുച്ചയത്തിലുണ്ട്. അതുകൊണ്ട് ഈ ശവകുടീരത്തിനെ മുഗളരുടെ കിടപ്പിടം എന്നും പറയാറുണ്ട്. കരിങ്കല്ലുകൾ അടുക്കി പണിതിട്ടുള്ള കെട്ടിടത്തിൻ്റെ ബാഹ്യഭാഗം മുഴുവൻ ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ഇത്ര അധികം മണൽക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ സ്മാരകമാണിത്. ലോകാത്ഭുതമായ താജ്മഹലിൻ്റെ രൂപകൽപ്പന ഈ കെട്ടിടത്തിനോട് വളരെയേറെ സാദൃശ്യമുള്ളതാണ്. പ്രധാന കെട്ടിടത്തിന് ചുറ്റുമുള്ള സമചതുരാകൃതിയിലുള്ള തോട്ടത്തിന് 4 വശത്തും കവാടങ്ങളുണ്ട്. ഇതിൽ പടിഞ്ഞാറ് വശത്തുള്ള കവാടമാണ് പ്രധാനപ്പെട്ടത്.
നമ്മളിനി പോകാൻ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. നമ്മളോടൊപ്പം ഉള്ള സഹയാത്രികരാണ് ഇവരെല്ലാം. നമുക്ക് ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് അകത്തേക്ക് നടക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ലോട്ടസ് ക്ഷേത്രം അഥവാ ബഹായ് ക്ഷേത്രം. ബഹായ് മത വിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട്. 1986 പണിതീർത്ത ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതുമായ അമ്പലങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള 9 വാതിലുകൾ ഇതിൻ്റെ ഒരു നടത്തളത്തിലേക്ക് തുറക്കുന്നു. നടത്തളത്തിൽ ഏകദേശം 2500ഓളം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. 40 മീറ്ററിലധികം ഉയരമുള്ള നടുത്തളത്തിൻ്റെ തറ വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബഹാപൂർ എന്ന ഗ്രാമത്തിലാണ്. ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്തളത്തിലേക്ക് ക്യാമറാസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഉൾവശത്തുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുത്തബ് മിനാറിലേക്കാണ്. 2022 ഡിസംബറിൽ നമ്മൾ ഒരു തവണ ഇവിടെ വന്നിരുന്നതാണ്. അന്ന് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും റിപ്പബ്ലിക് ഡേയുടെ തിരക്കൊക്കെ കാരണം നമുക്ക് അകത്ത് കയറി കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ അതും സാധിച്ചു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാരമാണ് കുത്തബ് മിനാർ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. 1980 വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 25 കുട്ടികൾ മിനാരത്തിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മിനാരത്തിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിലാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ തിക്കും തിരക്കും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നമ്മളുടെ ഡൽഹിയിലെ 2ാമത്തെ ദിവസത്തെ യാത്രകൾ ആരംഭിക്കുകയാണ്. നമ്മൾ പോകുന്നത് പാർലമെൻറ്റ് മന്ദിരം കാണാനാണ്. പഴയ പാർലമെൻറ്റ് മന്ദിരവും പുതിയ പാർലമെൻറ്റ് മന്ദിരവും നമുക്കിവിടെ കാണാൻ സാധിച്ചു. നമുക്ക് അകത്തേക്കൊന്നും പോകാനായിട്ട് പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പുറത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്കുണ്ട്. ആ ഏരിയയിൽ നമ്മൾ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം നമ്മൾ അങ്ങനെ ആ പാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ഭാഗത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രപതി ഭവനും കാണാം. അതുപോലെ തന്നെ പഴയ പാർലമെൻറ്റ് മന്ദിരവും പുതിയ പാർലമെൻറ്റ് മന്ദിരവും ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. വളരെ നല്ലൊരു കാഴ്ചയാണിത്. അങ്ങനെ
അങ്ങനെ നമ്മൾ പാർലമെൻറ്റ് മന്ദിരമൊക്കെ കണ്ടതിന് ശേഷം വന്നിരിക്കുന്നത് ഒരു കുളം കാണാനാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കുളമെന്ന് തന്നെ പറയാം. നിങ്ങളൊക്കെ ഇതിനു മുമ്പ് ഈ കുളം കണ്ടിട്ടും ഉണ്ടാവും. PK സിനിമയിൽ അമീർ ഖാൻ വന്നിരിക്കുന്ന ആ ഒരു കുളമാണിത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് ചെറിയ ചെറിയ മുറികൾ പോലെയൊക്കെ നമുക്ക് കാണാം. അവിടെ കയറി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഒത്തിരി ആളുകളും വരുന്നുണ്ട്. നല്ലൊരു കുളമാണിത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാജ്ഘട്ടിലാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടത്തിയിട്ടുള്ള സ്മാരകമാണ് രാജ്ഘട്ട്. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒന്ന് വരാനായിട്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു. റിപ്പബ്ലിക് ഡേയുടെ ഒരു നിയന്ത്രണമൊക്കെ ഉള്ളതുകൊണ്ട് ഈ മ്യൂസിയം എല്ലാം നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. രാജ്ഘട്ടിനോട് ചേർന്ന് അതിവിശാലമായൊരു പാർക്കുണ്ട്. കൂടാതെ ഗാന്ധി മ്യൂസിയങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡൽഹി ജുമാ മസ്ജിദ് കയറി. അതിനുശേഷം കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ സരോജിനി മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ അതിനായി പോയത്. ഇന്ന് നമ്മൾ അജ്മീർ ദർഗ സിയാറത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹൈവേയിൽ ബസ് ഒതുക്കിയതിന് ശേഷം ഒരു ഓട്ടോ എടുത്ത് പോകാമെന്ന് തീരുമാനിച്ചു. ദർഗയിലെത്തി. അജ്മീർ ദർഗ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും നാനാ മതവിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ സന്ദർശിക്കാറുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും തല മറയ്ക്കണം എന്നൊരൊറ്റ നിർബന്ധം മാത്രമേ ഇവിടെയുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലുള്ള ജൂഹു ബീച്ചിലേക്കാണ്. നമ്മൾ രാവിലെയാണ് ഇവിടെ എത്തിയത്. എന്നാൽ പോലും നമുക്ക് ഭയങ്കര ഒരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് കാഴ്ചകളൊന്നും അത്ര സുഗമമായിരുന്നില്ല. നല്ല മഴക്കാറോട് കൂടിയൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ബീച്ചിലെത്തിയത്. ബീച്ചിൽ ഒരുപാട് അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
മറ്റേ ബൈക്ക് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിലൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് ബസ്സിലേക്ക് പോയി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബോംബെ ഹാജി അലി ദർഗയിലേക്കുള്ള യാത്രയിലാണ്. ഒരു കടൽപ്പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരു 9 കിലോമീറ്ററോളം ഈ പാലം ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹാജി അലി ദർഗയിലേക്ക് ഉള്ള വഴിയിലൂടെ പോവുകയാണ്. കടലിൻ്റെ നടുവിലായാണ് ഈ നടപ്പാത ഒരുക്കിയിരിക്കുന്നത്. വേലിയേറ്റ സമയത്ത് നമ്മളുടെ ഈ നടപ്പാതയിൽ തിരമാലകൾ അടിച്ചു കയറാറുണ്ട്. പുതിയ പാലവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് താജ് ഹോട്ടലും കാണാൻ സാധിക്കും. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു താജ് ഹോട്ടൽ ഒന്ന് കാണണമെന്നുള്ളത്. ഒരുപാട് സഞ്ചാരികൾ നമ്മളോടൊപ്പം ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടും. ഫോട്ടോഗ്രാഫർമാരുണ്ട്. ഞങ്ങളും ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായത്.
മഹാരാഷ്ട്രയിലെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിരുന്നു. നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി നമ്മുടെ നാട്ടിലേക്കുള്ള മടക്കയാത്രയിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ നമ്മൾ മുരുടേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടൽ ഫ്രഷ് ഔട്ടൊക്കെ നടത്തി രാവിലെ അവിടെ എത്തിച്ചേരും. നമ്മളങ്ങനെ മുരുടേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്നായിരുന്നു. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു. ഇതിനോട് സമീപത്തായിട്ടൊരു ബീച്ചുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനേ പറ്റത്തില്ല, നല്ല ചൂടാണ്. എന്നാൽ പോലും സഞ്ചാരികൾ അവിടെ വന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുതിരസവാരി ഉണ്ട്, ഒട്ടകം, അങ്ങനെ അതിൻ്റെയൊക്കെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ നമ്മൾ ഇത്രയും തണുപ്പത്തുനിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് വന്നുകൊണ്ടാകാം നമുക്ക് ആ ഒരു ക്ലൈമറ്റ് പറ്റുന്നില്ലായിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബേക്കൽ ഫോർട്ടിലേക്കാണ്. നമ്മുടെ ഈ ഒരു കേരള ടു കാശ്മീർ യാത്രയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബേക്കൽ ഫോർട്ട്. നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയിലെ ലാസ്റ്റ് വ്ളോഗും ആണ് ഇത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.